കാലം മാറിയാലും കെടുകാര്യസ്ഥത മാറില്ലെന്ന് വ്യക്തമാക്കുന്ന കാഴ്ചകളാണിത്. 4 മാസം മുമ്പ് ഞങ്ങൾ പകർത്തിയ ഓമനയുടെ വീടാണ് ഇത്. അന്ന് എങ്ങനെയായിരുന്നോ അതേ രൂപത്തിൽ തന്നെയാണ് വെടിക്കെട്ട് ദുരന്തത്തിൽ നാശം സംഭവിച്ച ഈ വീട് ഇന്നുമുള്ളത്. പൊളിഞ്ഞു വീഴാറായ മേൽക്കൂര, വിണ്ടുകീറിയ ചുവരുകൾ. ദുരന്തബാധിതർക്ക് നയാ പൈസ സർക്കാർ നഷ്ടപരിഹാരം നൽകിയിട്ടില്ല. ഇതുവരെ ഒന്നും കിട്ടിയിട്ടില്ല. ഒരുപാട് സ്ഥലത്തൊക്കെ കേടുപാട് വന്നു. ഈ 2 മുറിയിലെ സീറ്റെല്ലാം പൊട്ടിക്കിടക്കുകയാണ്. പക്ഷെ ഓട് പൊട്ടിയത് മാത്രമേ അവർ നോക്കിയിട്ട് പോയിട്ടുള്ളൂ. ബാക്കിയെല്ലാം അന്നൊരു ചെറിയ മഴ പെയ്തപ്പം ആണ് പാത്രം വെച്ചാണ് 2 മുറിയിൽ നിന്ന് വെള്ളം പിടിച്ചത്. പിന്നെ ആ കല്ല് വീണ ശബ്ദങ്ങൾ കേട്ട് എൻ്റെ ചെവിക്കല്ലൊന്ന് പൊട്ടി. അതിന് സർട്ടിഫിക്കറ്റ് വരെ തന്നു. എന്നിട്ട് അതിനും ഒരാശുപത്രി കൊണ്ടുവന്നിട്ടും കുറിച്ച് തരുന്നല്ലാതെ ഒരു രക്ഷയും നമുക്ക് കിട്ടിയിട്ടില്ല. പിന്നെ കിണറാണെങ്കിൽ ആ 4 ഫീസായിട്ട് ഇരിക്കുകയായിരുന്നു. അതും ഓമനയുടെ കുടുംബത്തിന് മാത്രമല്ല, പുറ്റിങ്ങൽ ക്ഷേത്ര പരിസരത്തെ നിരവധി കുടുംബങ്ങൾക്ക് നഷ്ടപരിഹാര തുക നൽകാനുണ്ട്. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്തത്തിലെ ഇരകളെ അപകടം നടന്ന 1 വർഷം പൂർത്തിയാകുമ്പോഴും സർക്കാർ അവഗണിക്കുകയാണ്. ഷമീർ, റിപ്പോർട്ടർ, കൊല്ലം.